ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിലെ മൊഡ്യൂൾ 1 വരുന്ന ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിനകത്ത് തിയറിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൊളോണിയലിസം ആണ്. കൊളോണിയലിസം എന്ന് പറയുന്നത് ഡോമിനേഷൻ ഓഫ് പീപ്പിൾസ് ലൈഫ്, റിസോഴ്സസ് ആൻഡ് കൾച്ചർ. കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനെ നമ്മളൊരു കോളനിയാക്കി മാറ്റുന്നു, മറ്റൊരു സ്ഥലം അല്ലെങ്കിൽ മറ്റൊരു രാജ്യം എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ആളുകളെയും ആളുകളുടെ ലൈഫിനെയും ആളുകളുടെ റിസോഴ്സിനെയും ആളുകളുടെ കൾച്ചറിനെയും എല്ലാം ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് കൊളോണിയലിസം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ കോളനിയാക്കപ്പെട്ട സ്ഥലത്തിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പം ആ ആളുകളുടെ അല്ലെങ്കിൽ ആ നേറ്റീവ്സിൻ്റെ ലൈഫിന് മുകളിലുള്ള കൺട്രോൾ എക്കണോമിക്കലി, കൾച്ചറലി, പൊളിറ്റിക്കലി അല്ലെങ്കിൽ സോഷ്യലി, ഇതാണ് അവരുടെ ഉദ്ദേശം. രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് കൊളോണിയലിസം ഉണ്ട്. സെറ്റിലർ കൊളോണിയലിസം ഉണ്ട്, എക്സ്പ്ലോയിറ്റേറ്റീവ് കൊളോണിയലിസം ഉണ്ട്. പിന്നെ മെയിൻ കോസസ് ഓഫ് കൊളോണിയലിസം എന്ന് പറയുന്നത് എക്കണോമിക്കൽ ആയിട്ടുള്ള നീഡ് വരുമ്പോൾ അല്ലെങ്കിൽ എക്കണോമിക്കൽ ബെനിഫിറ്റ് കൊണ്ടുവരുമ്പോൾ പുതിയ ലാൻഡിനെ ഡിസ്കവർ ചെയ്ത് ട്രേഡ് റൂട്ടിന് വേണ്ടിയൊക്കെ ഇങ്ങനെ പോയി എന്ത് ചെയ്യും, സെർച്ച് ചെയ്യും. പിന്നെന്താണ്, ട്രേഡിന് വേണ്ടി എന്ത് ചെയ്യും നമ്മൾ, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ആ കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ്, അല്ലെങ്കിൽ ആ കൺട്രിയെ ഇങ്ങനെ നോക്കി വെക്കുക, എന്നിട്ട് അതിനെ എന്താക്കി മാറ്റും, കോളനിയാക്കി മാറ്റും. ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ കോളനിയാക്കി മാറ്റാറുണ്ട്. ആൻഡ് സം ഓഫ് ദി ഇമ്പാക്ട്സ് ഓഫ് കൊളോണിയലിസം എന്ന് വെച്ചാൽ സ്ലേവ് ട്രേഡ്, അതുപോലെ തന്നെ എക്കണോമിക് പോളിസീസ്, അതായത് സ്ലേവ്സ് ആക്കും, ആ നേറ്റീവ് ആ കോളനിയാക്കപ്പെട്ട സ്ഥലത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്ന് സ്ലേവ്സ് ആക്കി പണിയെടുപ്പിക്കും. ഇന്ത്യയിൽ കൊളോണിയൽ ഇറ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പോർച്ചുഗീസിൻ്റെ അതായത് പോർച്ചുഗീസുകാർ വന്നപ്പോൾ തൊട്ടാണ്. അത് നമ്മുടെ കൊല്ലത്ത് കേരളയിലുള്ള പോർച്ചുഗീസുകാർ ഒരു പോർച്ചുഗീസ് ട്രേഡിംഗ് സെൻറ്റർ കൊണ്ടുവരികയാണ്. ഇൻ 1505 കിങ് മാനുവൽ ഫസ്റ്റ് ഓഫ് പോർച്ചുഗൽ ഡോം ഫ്രാൻസിസ്കോയെ അപ്പോയിന്റ് ചെയ്യുന്നു ആസ് എ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയ് ഇൻ ഇന്ത്യ. പിന്നെ 1509 ഡോം അഫോൺസോ എന്ന് പറഞ്ഞ ആളെ പിന്നീട് അപ്പോയിന്റ് ചെയ്യുന്നു. മെക്കോളേസ് മിനിറ്റ്സ് ആണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ഫെബ്രുവരി 1835 ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനും പൊളിറ്റീഷ്യനുമായിട്ടുള്ള തോമസ് ബാബിംഗ്ടൺ മെക്കോളെ അദ്ദേഹത്തിന്റെ ഡീമെറിറ്റ്സ് പ്രസന്റ് ചെയ്യുവാണ്. ഓക്കെ, പ്രസന്റഡ് ഹിസ് മിനിറ്റ്സ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അദ്ദേഹം കുറച്ച് മിനിറ്റ്സ് തയ്യാറാക്കി വെച്ചേക്കുകയാണ്. ആൻഡ് അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻ നേറ്റീവ്സിന് ഇമ്പാർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇന്ത്യയിൽ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ മെക്കോളേസ് മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് പോളിസീസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫ് മീഡിയം ആക്കി മാറ്റുക ഇന്ത്യയിലുള്ള നേറ്റീവ്സിന്. അപ്പോൾ അങ്ങനെ അദ്ദേഹം മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് സർക്കുലേറ്റ് ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എൻകറേജ് ചെയ്തു ഈ കൺട്രിയെ വെസ്റ്റേണൈസ് ആക്കാൻ വേണ്ടി, അതായത് ഇന്ത്യയെ വെസ്റ്റേണൈസ് ആക്കാൻ വേണ്ടി. ആൻഡ് അതിനെയാണ് മെക്കോളേയിസം അല്ലെങ്കിൽ മെക്കോളേസ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഓറിയന്റൽ ലാംഗ്വേജിനെക്കാട്ടിലും ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആൻഡ് ലാംഗ്വേജ് ഹയർ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് എംഫസൈസ് ചെയ്തു അദ്ദേഹം. പിന്നെ ഇന്ത്യയെ ക്ലാസ് ആയിട്ടുള്ള ആളുകളാക്കി, അതായത് ക്ലാസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആക്കി മാറ്റുക. അതാണ് ഉദ്ദേശം അദ്ദേഹത്തിന്. വിത്തിൻ എ മന്ത് ലോർഡ് വില്യം ബെനഡിക്ട് ദെൻ ഗവർണർ ജനറൽ അദ്ദേഹം എന്ത് ചെയ്തു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് 1835 കൊണ്ടുവന്നു ഇന്ത്യയിൽ. മെക്കോളേസ് മിനിറ്റ്സ് വളരെ പ്രോബ്ലമാറ്റിക് ആയിരുന്നു, പക്ഷേ ചില കാര്യങ്ങളിൽ പ്രോഗ്രസീവും ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ പോളിസി കൺട്രിയെ മോഡേണൈസ് ചെയ്തു സെവറൽ വേസിൽ. അപ്പം അതിനകത്ത് മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഇന്ത്യ അങ്ങനെ എമർജായി, ഒരു ക്ലിയർ കട്ട് പിക്ചർ നമുക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ പ്ലാൻ ചെയ്തേക്കുന്ന എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ ആ സിസ്റ്റം നീങ്ങിക്കൊണ്ടിരുന്നു. ഇംഗ്ലീഷ് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ആകാൻ തുടങ്ങി, ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആകാൻ തുടങ്ങി, വെസ്റ്റേൺ ആർട്ടും സയൻസും എല്ലാം പോപ്പുലറായി. ഡീമെറിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കൾച്ചറും ഫിലോസഫി എല്ലാം റിസീഡ് ചെയ്യാൻ തുടങ്ങി, അതിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെയായി. വെർനാക്കുലർ ലാംഗ്വേജസിനെ നെഗ്ലക്റ്റ് ചെയ്തു, മാസ് എഡ്യൂക്കേഷൻ നെഗ്ലക്റ്റഡ് ആയി, വെസ്റ്റേൺ കൾച്ചർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് കടന്നു കയറാൻ തുടങ്ങി. അതുപോലെ തന്നെ അറബിക് ആൻഡ് സാൻസ്ക്രിറ്റ് ലാംഗ്വേജസിന് ഫ്യൂർ ടേക്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ അറബിക് മക്തബ്സും സാൻസ്ക്രിറ്റ് പാഠശാലാസും ഗ്രാജുവലി ഡിസപ്പിയർ ആവാൻ തുടങ്ങി. അടുത്തത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഫോർ ദ റൈസ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആണ്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ബേസിക്കലി സ്റ്റാർട്ട് ചെയ്തത് ബ്രിട്ടീഷ് റൂളിന്റെ സമയത്താണ്. സോ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എമർജൻസോട് കൂടി അല്ലെങ്കിൽ വരവോട് കൂടിയാണ് കുറച്ചും കൂടി ഫ്ലറിഷ്ഡ് ആയിട്ട് മാറിയത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് സ്പ്രെഡ് ആയ സമയത്ത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് പുതിയ പുതിയ സ്ഥലങ്ങളിലെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. 1793 ഡീൻ മുഹമ്മദ് ആണ് ഫസ്റ്റ് ബുക്ക്, അതായത് അദ്ദേഹമാണ് ഫസ്റ്റ് ഇന്ത്യൻ ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്.
അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്കാണ് ദ ട്രാവൽസ് ഓഫ് ഡീൻ മുഹമ്മദ് എന്നുള്ളത്. ആൻഡ് ഹൗ മോസ്റ്റ് ഏർലി ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ നോൺ ഫിക്ഷണൽ വർക്കായിരുന്നു, ബയോഗ്രഫീസും പൊളിറ്റിക്കൽ എസ്സേസ് പോലെയുള്ള. 1900 ഒക്കെ ആയപ്പോഴത്തേക്കും ടാഗോർ എന്ത് ചെയ്യാൻ തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ബുക്സ് ബംഗാളി ലാംഗ്വേജിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലിയൊക്കെ അദ്ദേഹം തന്നെയാണ് കേട്ടോ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേഷൻ നടത്തിയതൊക്കെ. ആൻഡ് 1917 ആയപ്പോൾ ധൻ ഗോപാൽ മുഖർജി ചിൽഡ്രൻ സ്റ്റോറീസൊക്കെ, അതായത് ഇന്ത്യയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ചിൽഡ്രൻ സ്റ്റോറീസൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി, ഇംഗ്ലീഷിലോട്ടാക്കാൻ തുടങ്ങി. ആൻഡ് അദ്ദേഹത്തിന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, ന്യൂ ജനറേഷൻ ഓഫ് ഇന്ത്യൻ റൈറ്റേഴ്സ് അവർ എക്സ്ക്ലൂസീവായിട്ട് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. RK നാരായണ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, മുൾക്രാജ് ആനന്ദിൻ്റെ വർക്കായിട്ടുള്ള അൺടച്ചബിളും ഇവരൊക്കെ എന്താണ് ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ തുടങ്ങി. ഈ എബവ് മെൻഷൻ റൈറ്റേഴ്സിൻ്റെ വർക്ക്സ് ഒക്കെ എന്ന് പറയുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിനെ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആക്കാൻ തുടങ്ങി. ആൻഡ് മുൾക്രാജ് ആനന്ദിനെയാണ് ഫൗണ്ടിങ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ കൊളോണിയലിസം എന്താണെന്ന്, 2 ടൈപ്സ് ഓഫ് കൊളോണിയലിസം എന്താണ്, പിന്നെ ഫസ്റ്റ് ബുക്ക് ഇൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ഏതാണ്, മെക്കോളേസ് മിനിറ്റ്സ് എപ്പോൾ പുറത്ത് വന്നു, 1835 ഫെബ്രുവരി 2 വന്നത്, പിന്നെ ട്രാവൽസ് ഓഫ് ഡീൻ മുഹമ്മദിൻ്റെ കാര്യം, അൺടച്ചബിൾ, പിന്നെ ഫൗണ്ടിങ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ആരാണെന്നൊക്കെ ചോദിക്കാം, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് മെക്കോളേസ് മിനിറ്റ്സ് അതൊക്കെ ചോദിക്കാം. പിന്നെ ഈ നോവൽ അൺടച്ചബിൾ എന്നുള്ളതെന്ന് പറയുന്നത് ഒരു യുണീക്ക് വർക്കാണ്. ബിക്കോസ് എന്താണ് ഹീറോ, അതിനകത്തെ ഹീറോ എന്ന് പറയുന്നത് ബക്ക എന്നുള്ളൊരു ആൺകുട്ടിയാണ്. അതൊരു ലോ കാസ്റ്റ് സ്വീപ്പർ ബോയ് ആണ്. സോ അവൻ്റെ ഒരു ജീവിതത്തിൽ 1 ഡേ എങ്ങനെയാണ്, അതാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ RK നാരായണനെ പോലെയുള്ള റൈറ്റേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ മൊഡ്യൂൾ 2 തിയറിയാണ് നോക്കുന്നത്, പോയട്രിയാണ് മൊഡ്യൂൾ 2. അതിനകത്ത് റൊമാൻറ്റിസിസത്തിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്. റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞൊരു കൾച്ചറൽ മൂവ്മെൻ്റ് ആണ്. അതൊരു കൈൻഡ് ഓഫ് എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ ശരിക്കും പറഞ്ഞ ഈ റൊമാൻറ്റിസിസം എന്നുള്ളൊരു മൂവ്മെൻറ്റ്. ഓക്കെ, റൊമാൻറ്റിക് ആർട്ടിസ്റ്റും പോയിറ്റുകളും എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റൊമാൻറ്റിക് ആർട്ടിസ്റ്റ് ആൻഡ് പോയിറ്റ്സ് അവർ ജനറലി ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നത് റീസൺ അല്ലെങ്കിൽ സയൻസ്, അതായത് ഇൻ്റലക്ച്വൽ പോയിംസിനെതിരെയും ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെയാണ്. അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇമോഷൻസിനും ഫീലിങ്സിനും ഇൻറ്റ്യൂഷൻസിനും ഒക്കെയാണ്. സോ അവരുടെ ഒരു എഫേർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് കളക്റ്റീവ് ഹെറിറ്റേജ്, ഒരു കൾച്ചർ, കോമൺ കൾച്ചറൽ പാസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഒരു രാജ്യത്തിൽ. അപ്പോൾ ഇതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇന്ത്യൻ റൊമാൻറ്റിസിസത്തിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും 3 ഗ്രേറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത് ശ്രീ അരബിന്ദോയുണ്ട്, ടാഗോറുണ്ട്, പിന്നെന്താണ് മഹാത്മാഗാന്ധിയുണ്ട്. അപ്പം അരബിന്ദോ എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം സെർച്ച് ചെയ്തിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് മാനിൻ്റെ ഹ്യൂമൻ ബീങ്സിലുള്ള ഡിവിനിറ്റിയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ടാഗോർ എന്ന് വെച്ചാൽ നേച്ചറും മാനും ഗോഡും തമ്മിലൊരു കണക്ഷനെ കുറിച്ച് എഴുതി. മഹാത്മാഗാന്ധി ട്രൂത്തിനെ കുറിച്ച് നോൺ വയലൻസിനെ കുറിച്ചും എഴുതി. സോ അരബിന്ദോയുടെ വർക്ക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫിലോസഫിക്കലാണ്, സ്പിരിച്വൽ ആയിട്ടുള്ള വർക്ക്സ് ആണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് ദ ലൈഫ് ഡിവൈൻ എന്നുള്ളതാണ് കേട്ടോ. അത് ഇംഗ്ലീഷിലാണ്, അദ്ദേഹം കൂടുതലായിട്ട് വർക്ക്സ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ടാഗോർ എന്ന് പറയുന്നത് സ്പിരിച്വൽ ക്വസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ ബീങ്സും നേച്ചറും ഗോഡും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ അടുത്ത ആരാണ്, നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ പോളിസീസ് നിങ്ങൾക്ക് അറിയാമല്ലോ, മറ്റേ എന്താണ് ട്രൂത്തിനെ കുറിച്ചും നോൺ വയലൻസിനെ കുറിച്ചും, മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. ഓക്കെ, ആൻഡ് ടാഗോറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടാഗോർ ഒരുപാട് നോവൽസും ഷോർട്ട് സ്റ്റോറീസും എസ്സേസും ഡ്രാമാസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഹിന്ദിയിൽ ഏജ് ഓഫ് റൊമാൻറ്റിക് പോയട്രി വിളിക്കുന്നത് ഛായാവാദ് എന്നാണ് കേട്ടോ. പിന്നെ കന്നഡയിൽ ഏജ് ഓഫ് റൊമാൻറ്റിക് മിസ്റ്ററി അതിനെ നവോദയ എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഒറിയയിൽ അതിനെ സബൂജ് എന്നാണ് വിളിക്കുന്നത്, അതായത് ദ ഏജ് ഓഫ് ഗ്രീൻ എന്ന്. ഓക്കെ, അതായത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് റൊമാൻറ്റിക് മൂവ്മെൻറ്റിനെ അറിയപ്പെട്ടിരുന്നത്. ജയ്ശങ്കർ പ്രസാദ്, സുമിത്ര നന്ദൻ പാന്ത്, മഹാദേവി അവരൊക്കെ ഹിന്ദി റൈറ്റേഴ്സാണ്. വള്ളത്തോൾ കുമാരനാശാനൊക്കെയാണ് നമ്മുടെ മലയാളത്തിലെ റൊമാൻറ്റിക് പീരീഡിലുള്ള റൈറ്റേഴ്സ്. പിന്നെ ഒറിയയിലുള്ളത് കാളിന്തി ചരൺ പാണിഗ്രഹിയാണ്. പിന്നെ BM ശ്രീകാന്തയ്യ, പുട്ടപ്പ, ബെന്ദ്രെ ഇതൊക്കെയാണ് കന്നഡയിലുള്ള റൊമാൻറ്റിക് പീരീഡിലുള്ള റൈറ്റേഴ്സ്. വിശ്വനാഥ് സത്യനാരായണാണ് തെലുങ്കിലുള്ളത്. ഗുജറാത്തിയിൽ ഉമാശങ്കർ ജോഷി. ഓക്കെ, അപ്പോൾ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻറ്റിക് പോയട്രി അല്ലെങ്കിൽ റൊമാൻറ്റിക് പീരീഡിൽ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ്. ആൻഡ് ഇന്ത്യൻ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് എന്താ പറയുക, ഇംഗ്ലീഷ് റൊമാൻറ്റിസിസത്തിനെ പോലെയല്ല. അവരെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മിസ്റ്റിസിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തതാണ് നമ്മുടെ ഇന്ത്യൻ റൊമാൻറ്റിസിസം. ഓക്കെ, ആൻഡ് ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നാഷണലിസത്തിന് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് നമ്മുടെ ഒരു തിയറിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. നാഷണലിസം എന്ന് പറയുന്നത് ഇന്ത്യൻ ലിറ്ററേച്ചർ നാഷണലിസം 1857 റിവോൾട്ടിന് ശേഷമാണ് വന്നത്. ഓക്കെ, അപ്പം
കൈലാസ് ചന്ദർ ദത്ത് എന്ന് പറഞ്ഞൊരാൾ ജേണൽ ഓഫ് 48 hours ഓഫ് ദി ഇയർ 1945 എന്ന് പറഞ്ഞൊരു ജേണൽ ഇറക്കി. ശോഷി ചന്ദർ ദത്ത് ദ റിപ്പബ്ലിക് ഓഫ് ഒറീസ എന്ന് പറഞ്ഞൊരു ഒരു വർക്ക് ഇറക്കി. അത് രണ്ടും എന്താണ്, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ബാറ്റിൽസ് ഓഫ് ലിബറേഷനെ കുറിച്ചായിരുന്നു. കൈലാസ് ചന്ദർ ദത്ത് എന്ന് പറയുന്നത് പിന്നെ ബ്രിട്ടീഷുകാരെ എങ്ങനെ നമ്മൾ ഇന്ത്യക്കാരെ കൺഫ്രണ്ട് ചെയ്തു ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിനകത്ത് എഴുതിയിരുന്നത്. പിന്നെ ബംഗം ചന്ദ്ര ചാറ്റർജി ഉണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് സിഗ്നിഫിക്കലി ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ റിലിജനെ കുറിച്ചും സെക്യുലർ നാഷണലിസത്തിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിനകത്ത് വന്നത്. റിലിജനെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാക്കി മാറ്റിയാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പിന്നെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നോവലാണ് ആനന്ദ മത് എന്ന് പറയുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ അബേ ഓഫ് ബ്ലിസ് എന്നാണ് 1882 അദ്ദേഹം എഴുതിയത്. സന്യാസ് റിബല്യനെ കുറിച്ചൊക്കെ അദ്ദേഹം എന്താണ് പറയുന്നുണ്ട് അതിനകത്ത്. ഇൻഡിപെൻഡൻസിന് വേണ്ടി ഒരുപാട് പേര് എങ്ങനെയാണ് അവരുടെ ജീവിതമൊക്കെ സാക്രിഫൈസ് ചെയ്തത് ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിൻ്റെ തന്നെ വർക്കായിട്ടുള്ള വർക്കിനകത്ത് വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയറിനകത്തും നാഷണലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ടാഗോറിൻ്റെ തന്നെ വർക്കായിട്ടുള്ള ഗോര എന്നുള്ള വർക്കിനകത്തും നാഷണലിസം ഒരു എന്താ പറയുക ഒരു എലമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ ടാഗോറിൻ്റെ കോൺസെപ്റ്റ് ഓഫ് നാഷണലിസം എന്ന് പറയുന്നത് എന്താണ്, എന്താ പറയുക, ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല ഹ്യൂമൻ ബീയിങ്സും എന്ത് ചെയ്യണം, അതിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം, ഹ്യൂമൻ ബീയിങ്സും എന്ത് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം ആ ഒരു ഫ്രീഡത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടി എന്നുള്ള രീതിയിലാണ് എഴുതുന്നത് അദ്ദേഹവും. പിന്നെ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലാണ് അദ്ദേഹം നാഷണലിസത്തിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അനദർ ഇമ്പോർട്ടൻറ്റ് നോവലിസ്റ്റ് ഡ്യൂറിങ് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മുൾക്രാജ് ആനന്ദ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഗാന്ധിയൻ പ്രിൻസിപ്പിൾസുമായിട്ട് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സോ അദ്ദേഹം സബർമതി ആശ്രമത്തിൻ്റെ അടുത്തോട്ടൊക്കെ അദ്ദേഹം താമസിക്കാനായിട്ടൊക്കെ പോയിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് അൺടച്ചബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യാരക്ടർ ബക്കയുടെ കാര്യമാണ്. പിന്നെ ആനന്ദിൻ്റെ തന്നെ മറ്റൊരു വർക്ക് എന്ന് പറയുന്നത് കൂലിയുണ്ട്, 2 ലീവ്സ് ആൻഡ് എ ബഡ് ഉണ്ട്. അതെല്ലാം മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. അനദർ ഇമ്പോർട്ടൻറ്റ് റൈറ്റർ എന്ന് പറയുന്നത് രാജാറാവു ആണ്. രാജാറാവുയുടെ ക്ലാസിക് നോവലാണ് കാന്തപുര. അത് മൂർത്തി എന്ന് പറഞ്ഞൊരാളുടെ അയാളാണ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തഡോക്സ് ട്രഡീഷൻസിനെ എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് വരുന്നൊരു സിമ്പിൾ വില്ലേജ് മാൻ ആണ് മൂർത്തി എന്ന് പറയുന്നത്. അടുത്തത് അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷ് എന്ന് വെച്ചാൽ ഗ്രേറ്റ് സ്കോളർ, മിസ്റ്റിക്കൽ പോയിറ്റാണ്, ഒരു യോഗിയാണ്. അദ്ദേഹവും ഇന്ത്യൻ നാഷണലിസ്റ്റ് ആണ്. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണലിസ്റ്റ് ആണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെയധികം ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടിരുന്ന ഒരാളാണ്. ഫ്രീഡം സ്ട്രഗിളിലൊക്കെ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെത്. ഒരു ഇന്റേണൽ യോഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൻ്റെ പേര്. പിന്നെ ടീച്ചിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആളുകളെ ട്രൂ സെൽഫ് മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിനകത്ത് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച്, സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. ഒരുപാട് പ്ലേസും പോംസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് പിന്നെന്താണ്, അദ്ദേഹം ഹി ആർഗ്യൂസ് ദാറ്റ് എന്താണ് നേച്ചർ എന്ന് പറയുന്നതിന് ഡിവൈനായിട്ട് കാണണം നമ്മൾ. ആൻഡ് എല്ലാ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എല്ലാ എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പേർപ്പസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബിലീഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സിഗ്നിഫിക്കൻറ്റ് വർക്ക്സ് എന്ന് പറയുമ്പോൾ ദ സീക്രട്സ് ഓഫ് ദ വേദയുണ്ട്, ഇഷ ഉപനിഷത്തുണ്ട്, ഇതൊക്കെയാണ്. ഓക്കെ, അടുത്തത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ കമ്പോസ് ചെയ്തു. നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടിയിട്ടുണ്ട്. ബംഗാളി പോയറ്റാണ്. ബ്രഹ്മസമാജ ഫിലോസഫറാണ്. വിഷ്വൽ ആർട്ടിസ്റ്റ് ആൻഡ് പ്ലേ റൈറ്റ് ആണ്. നോവലിസ്റ്റ് ആണ്. പെയിന്റർ ആണ്. കമ്പോസറാണ്. അപ്പോൾ ഒരു കൾച്ചറൽ റിഫോമർ കൂടിയാണ് അദ്ദേഹം, ടാഗോർ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെന്താണ്, അദ്ദേഹം സ്പിരിച്വൽ ആയിട്ടുള്ള കുറച്ച് പോംസ് ഒക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം ജപ്പാനിലും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ലെക്ചറിന് വേണ്ടി പോയിട്ടുണ്ട്. ആൻഡ് നൊബേൽ പ്രൈസ് ഫസ്റ്റ് നോൺ യൂറോപ്യൻ ടു വിൻ നൊബേൽ പ്രൈസ് ആണ്. ആൻഡ് പിന്നെ അമർ ഷോണാർ ബംഗ്ല എന്നുള്ള നാഷണൽ ആന്തം ഓഫ് ബംഗ്ലാദേശും ഇദ്ദേഹം തന്നെയാണ് എഴുതിയത്. അതുപോലെ തന്നെ നാഷണൽ ആന്തം ഓഫ് ശ്രീലങ്ക ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഒരുപാട് പോംസ്, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസും എഴുതിയിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഗീതാഞ്ജലി അഥവാ സോങ് ഓഫറിങ്സ്, അത് മറന്നു പോകരുത്. പിന്നെ സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആണ്, ഫെമിനിസ്റ്റ് ആണ്, പോയറ്റാണ്. ഇന്ത്യയുടെ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിൽ ഫസ്റ്റ് വിമൻ ടു പാർട്ടിസിപ്പേറ്റ് ആരാണ്, സരോജിനി നായിഡു ആണ്. ആൻഡ് അതുപോലെ തന്നെ ഷി വാസ് എ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. പിന്നെ ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് ഉത്തർപ്രദേശ് ആയിരുന്നു. ആൻഡ് ഇതൊന്നും മറന്നു പോകരുത്. ആൻഡ് ഷീ ഈസ് നോൺ ബൈ ദ സോബ്രിക്വേറ്റ് ദ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. മഹാത്മാഗാന്ധിയാണ് അങ്ങനെ ഇവരെ വിളിച്ചത്. കാരണം അവരുടെ പോയട്രി എന്ന് പറഞ്ഞാൽ വളരെ ലിറിക്കൽ പോയട്രി ആയിരുന്നു. ഓക്കെ, പിന്നെ ഒരുപാട് വർക്ക്സ് ഒരുപാട് പോംസ് ഇവരും എഴുതിയിട്ടുണ്ട്. ആൻഡ് ദ ഗോൾഡൻ ത്രഷോൾഡ് എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് വോളിയൂം ഓഫ് പോയട്രി അറിയപ്പെടുന്നത്. പിന്നെ ദ ബേർഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു സെക്കൻഡ് ബുക്കും അവർ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ നാഷണലിസ്റ്റ് പോംസ് ആണ് ഇതൊക്കെ കേട്ടോ. നെക്സ്റ്റ് നിസിം ഇസിക്കലാണ്. നിസിം ഇസിക്കൽ ഇന്ത്യൻ പോയറ്റാണ്, ഇന്ത്യൻ ബോൺ പോയറ്റാണ്, പക്ഷേ ജൂയിഷ് ഡിസെൻ്റ് ആണുള്ളത്. ഫാദർ ഓഫ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്, നമ്മുടെ ഈ പോയറ്റ് അറിയപ്പെടുന്നത്. ആൻഡ് പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുമ്പോൾ
നസീബ് ഇസ്സാഖിലിൻ്റെ പോയട്രിക്കകത്തെന്ന് പറയുമ്പോൾ ആ ഒരു ഓർഡിനറി ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഓർഡിനറിനെസ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ലവിനെക്കുറിച്ച് ലോൺലിനെസ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ പോയട്രി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഫേമസ് പോംസ് എന്ന് പറയുന്നത് ഫിലോസഫി, ഐലൻഡ്, ദ പ്രൊഫസർ ഒക്കെയാണ്. പിന്നെ ജയന്ത മഹാപാത്ര വൈഡ്ലി നോൺ ഇന്ത്യൻ ഇംഗ്ലീഷ് പോയിറ്റാണ്. ആൻഡ് വളരെ സെൻസിറ്റീവാണ് അദ്ദേഹത്തിൻ്റെ പോംസ് എന്ന് പറയുന്നത്. ഒറീസ, അതായത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒറീസ പോംസ് എന്നാണ്, അതായത് ഒറീസയുടെ ആ ഒരു കൈൻഡ് ഓഫ് പ്രസൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ പോംസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതാണ്. പെയിൻ, ലവ്, സാഡ്നസ്, ഡെത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഒബ്സ്ക്വയർ ആയിട്ട് വേഗമായിട്ടുമാണ് അദ്ദേഹം എഴുതുന്നത്. ക്ലാരിറ്റി ഇല്ലാത്ത ഒരു വേറെ രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത് കേട്ടോ. പിന്നെ ആർ പാർത്ഥസാരഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് റഫ് പാസേജ് എന്നുള്ളതാണ്. ആൻഡ് പിന്നെന്താണ് വളരെ പ്രോ സ്റ്റൈലാണ് അദ്ദേഹം എഴുതുന്നത്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പോംസ് എന്ന് പറയുന്നത് മെമ്മറബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഇമേജസ് പോലെ തന്നെയാണ്. ആൻഡ് പിന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത് പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് തമിഴിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടൊക്കെ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സൊക്കെ അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ഓഫ് ദി ആംഗ്ലറ്റ് ആൻഡ് എപ്പിക് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് അദ്ദേഹം മറ്റേ ചിലപ്പതികാരമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എ കെ രാമാനുജൻ. പിന്നെ ബുക്ക് എന്താണ് ഉൽക്ക പോയട്രി പ്രൈസ് ഓഫ് പോയട്രി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അടുത്ത ജീവ് പട്ടേൽ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയുടെ ബെസ്റ്റ് റിഗാർഡഡ് പോയറ്റ്സ് ആണ്, ഇംഗ്ലീഷിൽ എഴുതുന്നത്. ആൻഡ് എന്താണ് 3 ബുക്സ് ഓഫ് പോംസ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഒരുപാട് പ്ലേസും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആന്തോളജീസ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പോയറ്റാണ്, പ്ലേ റൈറ്റാണ്, പെയിൻറ്ററാണ്, സ്കൾപ്ചറാണ്, ഫിസിഷ്യനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പോംസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, ഫ്രജിലിറ്റി ആൻഡ് വൾണറബിലിറ്റി ഓഫ് നേച്ചർ ഇതാണ് കാണിക്കുന്നത്. നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഫേമസ് വർക്ക്, ഒരു പോം എഴുതിയിട്ടുണ്ട്. പിന്നെ വിക്രം സേത്ത് ഒരു സെലിബ്രേറ്റഡ് ഇന്ത്യൻ നോവലിസ്റ്റ് ആണ് ആൻഡ് ഓൾസോ പോയറ്റാണ്. പിന്നെ ഒരുപാട് ജേർണൽസിൽ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വോളിയം ഓഫ് പോയട്രി വിളിക്കുന്നത് മാപ്പിങ്സ് എന്നാണ് കേട്ടോ. പിന്നെ എന്താണ് ഫിലിപ്പ് ലാർക്കിൻ, നമ്മുടെ ഈ ഫേമസ് ഇംഗ്ലീഷ് പോയിറ്റുമായിട്ടൊക്കെ ഇദ്ദേഹത്തിന് കുറച്ച് റിലേഷനൊക്കെ ഉണ്ട്. അതായത് റിലേഷൻ ഇൻ ദ സെൻസ് എന്താണ്, അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒക്കെ ഫിലിപ്പ് ലാർക്കിന് അദ്ദേഹം അയച്ചു കൊടുക്കുമായിരുന്നു കോപ്പീസ്. ആൻഡ് ദെൻ മീന അലക്സാണ്ടർ വരുന്നുണ്ട്. മീന അലക്സാണ്ടർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിങ്ങിലോ അല്ലെങ്കിൽ ഇന്ത്യൻ റൈറ്റിങ്ങിന് ഇംഗ്ലീഷിനകത്തുള്ള ആ ഒരു സമയത്തെ പോയറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. മീന അലക്സാണ്ടർ ഒരു പോയറ്റ് ആൻഡ് സ്കോളറാണ്. 10 വയസ്സുള്ളപ്പോൾ തൊട്ടാണ് ഇവർ പോയട്രി എഴുതാൻ തുടങ്ങിയത് കേട്ടോ, പോംസ് ഒക്കെ എഴുതാൻ തുടങ്ങിയത്. ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ദ ബേർഡ്സ് ബ്രൈറ്റ് വിങ് എന്നാണ്. പിന്നെ 8 വോളിയൂംസ് ഓഫ് പോയട്രി ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റിവർ ആൻഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ പോമൊക്കെ ഉണ്ട്. പിന്നെ 2 നോവൽസ് ഉണ്ട്, നമ്പള്ളി റോഡും മാൻഹാറ്റൻ മ്യൂസിക്കും. പിന്നെ പ്രോസും പോയട്രിയിലൊക്കെ 2 കളക്ഷൻസ് അവർക്കുണ്ട്. ഓക്കെ. പിന്നെ മമങ് ദായി ആണ്. മമങ് ദായി എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലെ ഒരു റൈറ്ററാണ്. പിന്നെ അവരുടെ മദർ ടങ്ങിനെ വിളിക്കുന്നത് ADI ആദി എന്നാണ് കേട്ടോ. പിന്നെ സിവിൽ സർവീസിലൊക്കെ ഇവർക്ക് കിട്ടിയതാണ്, പക്ഷേ ഇവരതൊക്കെ കളഞ്ഞിട്ട് ജേർണലിസത്തിലോട്ട് പോയി. പിന്നെ എന്താണ് ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ ഇവർ കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ. ആൻഡ് ഓൾസോ ഷീ വർക്ക്ഡ് വിത്ത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. പിന്നെന്താണ് ഫസ്റ്റ് പബ്ലിക്കേഷൻ റിവർ പോംസ് എന്നാണ്. ഇതൊക്കെയാണ് ഇവരുടെ ഇതിനകത്ത് വരുന്നത്. പിന്നെ മമത കാലിയ ഒരു ഇന്ത്യൻ ഓഥർ, ടീച്ചർ ആൻഡ് പോയിറ്റാണ്. പിന്നെന്താണ് നോവലിൻ്റെ പേര് ദുഃഖം സുഖം എന്നുള്ളൊരു നോവൽ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെന്താണ് അടുത്ത റൈറ്റർ എന്ന് പറയുന്നത് യൂനസ് ഡിസൂസയാണ്. യൂനസ് ഡിസൂസ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വർക്കൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. യൂനസ് ഡിസൂസ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൺഫെഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പോയറ്റസ് ആണ്. പിന്നെ വിമൺ ഇൻ ടച്ച് പെയിൻറ്റിങ്, വേസ് ഓഫ് ബിലോങ്ങിങ്, 9 ഇന്ത്യൻ വിമൺ പോയിറ്റ്സ്, ഇതൊക്കെയാണ് അവരുടെ വർക്ക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ആന്തോളജീസ് ഒക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയും പോംസ് ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പോർച്ചുഗീസ്, ഇറ്റാലിയൻ, ഫിനിഷ്, സ്വീഡിഷ് ലാംഗ്വേജസിലോട്ടൊക്കെ ഇവരുടെ വർക്ക്സ് ട്രാൻസ്ലേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് കാർത്തിക നായർ. അവരൊരു ഫ്രഞ്ച് ഇന്ത്യൻ പോയറ്റാണ്, ഡാൻസർ, പ്രൊഡ്യൂസർ ആൻഡ് ക്യൂറേറ്റർ ആണ്. അൺടിൽ ദ ലയൺസ് എന്നുള്ളതാണ് ഇവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്, അതായത് മഹാഭാരത ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മഹാഭാരതയെ മൾട്ടിപ്പിൾ വോയിസിൽ പറഞ്ഞു പോകുന്ന വർക്കാണ് അതേതാണ് അൺടിൽ ദ ലയൺസ് എക്കോസ് ഫ്രം മഹാഭാരത. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വിവേക് നാരായണനാണ്. അദ്ദേഹം സാംബിയയിലാണ് ജനിച്ചത്, ഇന്ത്യയിലാണെങ്കിലും റേസ്ഡ് ഇൻ സാംബിയ ആണ്. പിന്നെ അദ്ദേഹം ഒരുപാട് കളക്ഷൻ ഓഫ് പോംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. എസ്സേസും ക്രിറ്റിസിസം പോയട്രിയൊക്കെ വന്നിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം.
പിന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത് ജീത് തയ്യലാണ്. ജീത് തയ്യൽ ഒരു മൾട്ടിഫേസഡ് പേഴ്സണാലിറ്റിയാണ്. റൈറ്റിംഗ് പ്രൊഫഷൻ ആൻഡ് ഓൾസോ വാസ് ഓൾസോ എ മ്യൂസിഷ്യനാണ്. പിന്നെ ഒരു ജേർണലിസ്റ്റായിട്ടും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മീന കന്ദസ്വാമിയാണ്. ഇളവേനിൽ മീന കന്ദസ്വാമി ഒരു ഇന്ത്യൻ പോയറ്റാണ്, ഫിക്ഷൻ റൈറ്ററാണ് ഫ്രം തമിഴ്നാടു. ഷീ ഈസ് ഓൾസോ ആൻ ആക്ടിവിസ്റ്റ് ആണ്. ചെന്നൈയിൽ നിന്നാണ്. 2 കളക്ഷൻ ഓഫ് പോയട്രി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ടച്ചും മിസ് മിലിറ്റൻസിയും. പിന്നെന്താണ് ദളിത് എന്നുള്ളൊരു ബൈമന്ത്ലി ഓൾട്ടർനേറ്റീവ് ഇംഗ്ലീഷ് മാഗസീനിൽ അവർ എഡിറ്ററായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെന്താണ് ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയൊക്കെയാണ് ഇവർ എഴുതുന്നത് കൂടുതലും. പിന്നെ അത് മറന്നു പോകരുത്. നെക്സ്റ്റ്, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. റൈറ്റേഴ്സ് എന്ന് പറയുന്ന ഇത്രയും പേരുടെ കാര്യങ്ങൾ എഴുതിയാലേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ റൊമാൻറ്റിസിസവും നാഷണലിസത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സും കൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 3 വരുന്ന ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷനകത്ത് നമുക്ക് നോട്ട്സ് നോക്കാം. പ്രീ ഇൻഡിപെൻഡൻസ് ഫിക്ഷനാണ് അടുത്തത്. മൊഡ്യൂൾ 3 ആദ്യം വരുന്ന ടോപ്പിക്ക് ദ റൈസ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ. അപ്പോൾ അത് രാജ്മോഹൻസ് വൈഫ് എന്ന് പറഞ്ഞ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആദ്യമായിട്ട് ഫിക്ഷൻ തുടങ്ങിയത്. മെയിൻ ഫാക്ടേഴ്സ് വിച്ച് ലീഡ് ടു ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യൻ ഫിക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ റൈറ്റേഴ്സിന് ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ നോവൽസിനകത്ത് കൂടുതലായിട്ടും നാഷണലിസ്റ്റ് ഫീലിംഗ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള തീംസ്, ടെക്നിക്സും വാല്യൂസ് ഒക്കെ ആയിരുന്നു കൂടുതലായിട്ടും പറഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഏർലി ഇന്ത്യൻ ഫിക്ഷൻ എന്ന് പറയുന്ന ഫിലോസഫി പ്ലസ് എസ്തെറ്റിക് പ്ലസ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫോഴ്സസിനെ കുറിച്ചായിരുന്നു എഴുതിയിരുന്നത്. സോഷ്യൽ സ്ട്രക്ചർ, കൊളോണിയൽ ഇൻഫ്ലുവൻസ്, അഗ്രേറിയൻ ലൈഫൊക്കെ പിന്നീട് ഇന്ത്യൻ റൈറ്റേഴ്സിന് ഇമ്പോർട്ടൻറ്റ് തീംസ് ആയിട്ട് മാറി. പിന്നെ ഫ്രീഡം സ്ട്രഗിളും വോയിസ് ഓഫ് ദി ഒപ്രസ് പീപ്പിളും കൊളോണിയൽസത്തിനെ കുറിച്ചൊക്കെ വളരെ റിയലിസ്റ്റിക്കലായിട്ട് എഴുതാൻ തുടങ്ങി നമ്മുടെ റൈറ്റേഴ്സ്. സോ പ്രീ ഇൻഡിപെൻഡൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡൊമസ്റ്റിക്കിലായിരുന്നു. ഡൊമസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ നടക്കുന്നോ അതൊക്കെയായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നത്. റിലീജിയസ് ബിലീഫ്സിനെ കുറിച്ചും സൂപ്പർസ്റ്റിഷൻസിനെ കുറിച്ചും നമ്മുടെ നേറ്റീവ് കൾച്ചറും ഒക്കെ തീമായിട്ട് വരുന്നുണ്ടായിരുന്നു. രമേശ് ചന്ദ്ര ദത്ത്, രവീന്ദ്രനാഥ് ടാഗോർ, തോറു ദത്തൊക്കെയായിരുന്നു നമ്മുടെ കൺട്രിയിലെ സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ എഴുതിയിരുന്നത്. സോ നോവൽസിന്റെ പ്രീ ഇൻഡിപെൻഡൻസ് ഇറ എന്ന് പറയുന്ന നാഷണൽ സ്ട്രഗിളിനെ കുറിച്ചും സോഷ്യൽ റിയലിസത്തിനെ കുറിച്ചും അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ഡ്യൂറിങ് 1930s കുറിച്ചുമായിരുന്നു ഉണ്ടായിരുന്നത്. ആർ കെ നാരായൺ, മുൾക്രാജ് ആനന്ദ്, രാജാറാവു പോലുള്ളവർ കണ്ടംപററി ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചും കാസ്റ്റ് റൂൾഡ് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചുമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. മുൾക്രാജ് ആനന്ദിന്റെ അൺടച്ചബിൾ, ആർ കെ നാരായണന്റെ സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ രാജാറാവുയുടെ കാന്തപുര എന്നുള്ള നോവലൊക്കെ എന്ന് വെച്ചാൽ സോഷ്യൽ റിഫോർമേഷന് വേണ്ടി എഴുതിയിരുന്നതായിരുന്നു. അതായത് സോഷ്യൽ ഈവിൽസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. പിന്നെ നോവലിസ്റ്റുകളായിട്ടുള്ള ശരത്ചന്ദ്ര എന്ന് പറയുന്ന ശരത്ചന്ദ്ര അവരൊക്കെ എന്ന് വെച്ചാൽ ലോ മിഡിൽ ക്ലാസ് പീപ്പിളിനെ കുറിച്ചും, മുൻഷി പ്രേംചന്ദ് ഒക്കെ എന്താണ് പെസൻട്രിയെ കുറിച്ചും ഒക്കെ ആയിരുന്നു എഴുതിയിരുന്നത്. അതായത് ഉത്തർപ്രദേശിലുള്ള ഹംബിൾ ഫോക്ക് അല്ലെങ്കിൽ ഫാമേഴ്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. മുൾക്രാജ് ആനന്ദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾക്രാജ് ആനന്ദിനെ പോലുള്ള റൈറ്റേഴ്സിന്റെ ഒക്കെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ അതായത് ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ എഴുതുക, അതൊക്കെയായിരുന്നു അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വെസ്റ്റിന്റെ അടുത്ത് അതായത് ഓറിയന്റ് കൾച്ചറിനെ കുറിച്ച് കൂടുതൽ പറയാൻ വേണ്ടി. ദേർഫോർ മുൾക്രാജ് ആനന്ദിന്റെ കൂലി എന്നുള്ള വർക്കിനകത്തൊക്കെ മുന്നോ എന്നുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ബക്ക എന്നുള്ള ക്യാരക്ടറാണ് അൺടച്ചബിളിനകത്ത്. ഗംഗു എന്നുള്ള ക്യാരക്ടറാണ് 2 ലീവ്സ് ആൻഡ് എ ബർഡിനകത്ത് പറയുന്നത് ഒരു ലേബറാണ്. സോ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂവൽറ്റിയെ കുറിച്ചും എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു വർക്കിനകത്തൊക്കെ. ആൻഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് എന്താണ് വളരെയധികം റിയലിസ്റ്റിക്കലായിട്ടും ലെസ് ഐഡിയലൈസ്ഡുമായിട്ട് മാറി. അപ്പം നോവൽസ് ബിറ്റ്വീൻ ദ 2 വേൾഡ് വാർസ്, അതായത് 1914 തൊട്ട് 1945 വരെയുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് എന്താണ് കണ്ടംപററി സൊസൈറ്റിയെക്കുറിച്ചും ഗാന്ധിയൻ ഐഡിയോളജിയെക്കുറിച്ചൊക്കെയായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, മുൾക്രാജ് ആനന്ദിനെ, ആർ കെ നാരായണനെ, രാജാറാവുവിനെയാണ് ദ ഗ്രേറ്റ് ട്രയോ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ എന്ന് പറയുന്നത്. പിന്നെ പാർട്ടീഷൻ ഫിക്ഷൻ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. പാർട്ടീഷൻ ഫിക്ഷൻ എന്ന് പറയുന്നത് നോവൽസ് ആൻഡ് അതർ ഫിക്ഷണൽ റൈറ്റിംഗ്സ് ദാറ്റ് ഡെപ്പിക്ട് ദ ട്രാജഡി ഓഫ് പാർട്ടീഷൻ. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ ആ പാർട്ടീഷന്റെ ആ ഒരു സമയത്തുള്ള റൈറ്റിംഗ്സിനെ കുറിച്ചാണ്, ട്രാജഡി ഓഫ് പാർട്ടീഷനെ കുറിച്ച് എഴുതുന്ന റൈറ്റിംഗ്സ് ആണ് പാർട്ടീഷൻ ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററി ഉണ്ട്, കൾച്ചർ ഉണ്ട്, സോഷ്യൽ ക്ലാസസ്, ബോർഡർ സ്റ്റഡീസ്, പൊളിറ്റിക്സ്, ഇതെല്ലാം വരും. മൾട്ടി ലെയർഡ് ആയിട്ടുള്ള നോവൽസ് ആണ് അതൊക്കെ. ഓക്കെ, പാർട്ടീഷൻ ഫിക്ഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിന്റെ ആ ഒരു ക്ലാസ്, ജെൻഡർ, റിലിജൻ, എക്സിസ്റ്റൻസ് ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെന്താണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും റൈറ്റേഴ്സിന് പാർട്ടീഷൻ ഫിക്ഷൻ ഉണ്ട് കേട്ടോ. വളരെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, ആ ഒരു ടൗണിലൊക്കെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ബാർബേറിയസം, റേപ്പ്, മർഡർ, അബ്ഡക്ഷൻ, ബ്ലഡ് വയലൻസ്, ഇതൊക്കെയാണ് തീംസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ മൈൻഡിന്റെ ഡാർക്ക് സൈഡിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലീജിയസ് തോട്ട്സിനെ കുറിച്ചും സോഷ്യൽ ഡിഫറൻസസ് എമംഗ് പീപ്പിളും ഒക്കെ വരുന്നുണ്ട്. അവരുടെ ആ ട്രാജഡിയെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഫ്രം 1940s ഓൺവേഴ്സ് എന്താണ് പാർട്ടീഷൻ നോവൽസ് ഒക്കെ ബംഗാളിയിൽ, ഹിന്ദിയിൽ, ഉറുദു ആൻഡ് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി. പിന്നെ ആ ഒരു പാർട്ടീഷൻ നടന്നതിന് ശേഷമുള്ള ആളുകളുടെ മൈൻഡിലുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്.
ആൻഡ് ഓൾസോ ആ ഹൊറർ ഓഫ് പാർട്ടീഷൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എക്സാമ്പിൾ ഖുഷ്വന്ത് സിംഗിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ, പിന്നെ അതുപോലെ തന്നെ ബാപ്സി സിദ്വയുടെ ഐസ് ക്യാൻഡി മാൻ എന്നുള്ള വർക്ക്, അമിതാവ് ഘോഷിന്റെ ദ ഷാഡോ ലൈൻസ്, അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ, ഇതൊക്കെ പാർട്ടീഷൻ നോവൽസ് ആണ് കേട്ടോ. പിന്നെ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ അദ്ദേഹം ബുക്കർ പ്രൈസും കിട്ടിയിട്ടുണ്ട്, ബുക്കർ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഖുഷ്വന്ത് സിംഗിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവലാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. അത് 1947 സെറ്റ് ചെയ്തിരിക്കുന്നത്. മനോ മഞ്ച എന്നുള്ളൊരു വില്ലേജിലാണ് ഇത് നടക്കുന്നത്. അതായത് ആ ഒരു ട്രെയിനിനകത്ത് ഹിന്ദുസിനെ ബുച്ചർ ചെയ്ത് ഒരു സ്റ്റേഷനിലോട്ട് അയക്കുന്നു, തിരിച്ച് അതുപോലെ നമ്മൾ ബുച്ചർ ചെയ്ത് മുസ്ലിംസിനെ അങ്ങോട്ട് അയക്കുന്നു. അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് ഈ ഒരു കഥയ്ക്കകത്ത്. ഓക്കെ, ആ ഒരു ബ്രൂട്ടൽ മേർഡറിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ബാപ്സി സിദ്വയുടെ ഐസ് ക്യാൻഡി മാനും പാർട്ടീഷന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതിയിരിക്കുന്നത്, ഒരു കൊച്ചുകുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, പിന്നെ രാജാറാവു ആണ്. രാജാറാവു ഒരു ഇന്ത്യൻ അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് ദ സർപ്പന്റ് ആൻഡ് ദ റോപ്പ് എന്ന് പറയുന്നത്. അത് സ്പിരിച്വൽ ട്രൂത്തിനെ കുറിച്ചാണ് പറയുന്നത്. യൂറോപ്പിലെ ഇന്ത്യയിലുള്ള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ്, ഫസ്റ്റ് നോവൽ കാന്തപുരയാണ്. അത് റിയലിസ്റ്റിക് ആയിട്ടൊരു നോവലാണ്. അതൊരു വില്ലേജിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്റെ ആ ഒരു റിസൾട്ടൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ കാന്തപുരയുടെ ബെസ്റ്റ് നോൺ, കാന്തപുരയാണ് അദ്ദേഹത്തിന്റെ ബെസ്റ്റ് നോൺ നോവൽ എന്ന് പറയുന്നത്. രാജാറാവു പുരാണിക് മെത്തേഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗിലാണ് ഇത് പറഞ്ഞു പോയിരിക്കുന്നത്. പുരാണിക് മെത്തേഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് വളരെ നാച്ചുറൽ ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സോ അത് ആ ഒരു രീതിയിലാണ് ഇദ്ദേഹം കഥകൾ പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ എന്താണ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള നറേറ്റീവ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. പിന്നെ എപ്പിസോഡിക് ആയിരിക്കും, ഓരോ എപ്പിസോഡിക് ഇവന്റ്സ് ആയിട്ടായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ലീനിയർ നറേറ്റീവ് ആയിരിക്കത്തില്ല, മിക്സ് ആയിട്ടൊക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സിംബോളിക് ഫിഗേഴ്സ് പോലെ ആയിരിക്കും പറയുന്നത്. അനദർ മേജർ വർക്ക് എന്ന് പറയുന്നത് ദ ക്യാറ്റ് ആൻഡ് ദ ഷേക്സ്പിയർ. ഓക്കെ, നെക്സ്റ്റ് മുൾക്രാജ് ആനന്ദാണ്. നോവലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, എസ്സേയിസ്റ്റ് ആണ്. അദ്ദേഹം പേഷ്വാറിലാണ് ജനിച്ചത്, ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്. മുൾക്രാജ് ആനന്ദ് ഒരു നോവലിസ്റ്റും ഫിലന്ത്രോപ്പിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിന്റെ നോവൽസ് അൺടച്ചബിൾ വരുന്നുണ്ട്, കൂലി എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് നോവലുണ്ട്, പിന്നെ ദ ലാൽ സിംഗ് ട്രിലജി ഉണ്ട്. ഓക്കെ, പിന്നെ 2 Leaves and a Bud. അദ്ദേഹം ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതുന്നതിൽ മാസ്റ്ററാണ്. ഷോർട്ട് സ്റ്റോറി കളക്ഷൻ എന്ന് പറയുന്നത് ദ ലോസ്റ്റ് ചൈൽഡ് ആൻഡ് അതർ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ദ ബാർബേഴ്സ് ട്രേഡ് യൂണിയൻ ഉണ്ട്. പിന്നെ എന്താണ്, ട്രഡീഷണൽ പ്ലസ് വെസ്റ്റേൺ സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഫ്രീഡം സ്ട്രഗിൾ, റിലീജിയസ് ഹിപ്പോക്രസി വരുന്നുണ്ട്, റൂറൽ ലൈഫിനെ കുറിച്ചും ഇന്ത്യൻ ട്രഡീഷനെ കുറിച്ചും പുവർ പീപ്പിളിന്റെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചൊക്കെയാണ് ഇത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഫിക്ഷൻ ഓഫ് ദി ഡയസ്പോറ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഡയസ്പോറിക് ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതേഴ്സ്, അതായത് ഈ നമ്മുടെ നേറ്റീവ് ലാൻഡിന് വെളിയിൽ, അതായത് നേറ്റീവ് ലാൻഡിൽ ജനിച്ചവരായിരിക്കും, അവർ ഔട്ട്സൈഡ് ദ നേറ്റീവ് ലാൻഡ് ഉള്ള ഓതേഴ്സ്, അതായത് ചില ഓതേഴ്സ് അവരുടെ നേറ്റീവ് ലാൻഡിനെ കുറിച്ച് വേറൊരു കൺട്രിയിൽ നിന്നുകൊണ്ട് എഴുതും. അതായത് അവർക്ക് നൊസ്റ്റാൾജിക് ഫീലിങ്ങും അവരുടെ ആ ഒരു ഡീപ്പ് ലോങ്ങിങ്ങിനെ കുറിച്ച്, അവരുടെ ഹോം സിക്നെസ്സിനെ കുറിച്ചൊക്കെ എഴുതുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫിക്ഷനാണ് ഡയസ്പോറിക് ഫിക്ഷൻ എന്ന് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് ഐഡന്റിറ്റി ക്രൈസിസ് ആയിരിക്കും ഇങ്ങനെയുള്ള റൈറ്റേഴ്സിന് ഉണ്ടായിരിക്കുന്നത്. കാരണം അവർ വേറൊരു രാജ്യത്താണ് താമസിക്കുന്നത്. സോ ദേ വിൽ മിസ് ദെയർ ഓൾഡ് കൺട്രി, അല്ലെങ്കിൽ ദേ വിൽ മിസ് ദെയർ നേറ്റീവ് ഹോം. സോ അതിനെക്കുറിച്ചാണ് അവർ എഴുതുന്നത്. ആ ഒരു ലോൺലിനെസ്സിനെ കുറിച്ച്, നൊസ്റ്റാൾജിയെക്കുറിച്ച്, പിന്നെ അവരുടെ ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ചൊക്കെ ആയിരിക്കും അവർ എഴുതുന്നത്. ഓക്കെ, ഗോയിങ് ബാക്ക് ടു ദെയർ റൂട്ട്സ്, അതാണ് അവരുടെ ഇതിനകത്ത് പറയുന്നത്. പിന്നെ വി എസ് നെയ്പോൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൈറ്ററാണ്, ട്രിനിഡാഡിയൻ ബോണാണ്. ഫിക്ഷൻ, നോൺ ഫിക്ഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ട്രിനിഡാഡ് എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ നോവൽസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബുക്കർ പ്രൈസ് 1971 കിട്ടിയിട്ടുണ്ട്. അത് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് എന്നുള്ള വർക്കിനാണ്. ദെൻ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് എന്ന് പറയുന്ന റൈറ്റിംഗ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. പക്ഷേ സിമ്പിൾ ലാംഗ്വേജിലായിരിക്കും എഴുതുന്നത്, തോട്ട്സ് കൺവേ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ലൈഫ്സിനെ കുറിച്ചും പിന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. 29 ബുക്കെങ്കിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, എ ബെൻഡ് ഇൻ ദ റിവർ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് വി എസ് നെയ്പോളിന്റെ. പിന്നെ സൽമാൻ റുഷ്ദിയാണ്. സർ അഹമ്മദ് സൽമാൻ റുഷ്ദി എന്നാണ് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് നെയിം. ബ്രിട്ടീഷ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് എസ്സേയിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് നോവലായിട്ടുള്ള മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ് ബുക്കർ പ്രൈസ് 1981 കിട്ടിയത്. അതിന് തന്നെയാണ് ബുക്കർ ഓഫ് ബുക്കേഴ്സ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ 4th നോവലാണ് ദ സൈറ്റാനിക് വേഴ്സസ്. അതൊരുപാട് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള നോവലാണ്. ഇന്ത്യയിലൊക്കെ ബാൻഡ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഡെത്ത് ത്രെറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് അനദർ എന്ന് പറയുന്നത് ഷെയ്ം എന്നുള്ളൊരു വർക്കുണ്ട്. ദ മൂർസ് ലാസ്റ്റ് സൈ എന്നുള്ളൊരു വർക്കൊക്കെ ഉണ്ട്. ഷാലിമർ ദ ക്ലൗൺ ഉണ്ട്. അപ്പോൾ മിഡ് നൈറ്റ് ചിൽഡ്രന് ബുക്കർ പ്രൈസും ബുക്കർ ഓഫ് ബുക്കർ പ്രൈസും കിട്ടിയ കാര്യം മറന്നു പോകരുത്. പിന്നെ ബെസ്റ്റ് ഓഫ് ദ ബുക്കർ പ്രൈസ് 2008 അതേ വർക്കിന് തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3 പ്രൈസാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് സൽമാൻ റുഷ്ദിയെയും വിക്രം സേത്ത് എന്നുള്ള റൈറ്ററിനെയാണ് ടെറിബിൾ ട്വിൻസ് ഓഫ് ഇൻഡോ ഇംഗ്ലീഷ് ഫിക്ഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് എക്സൈസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഇമാജിനറി ഹോംലാൻഡ്സ് എന്നുള്ളത്.
പിന്നെ ചിത്ര ദിവാകരുണി ബാനർജിയാണ്. ചിത്ര ബാനർജി ദിവാകരുണി എന്ന് പറയുന്നത് ഇന്ത്യൻ ബോൺ അമേരിക്കൻ റൈറ്ററാണ്, പോയറ്റാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൂസ്റ്റണിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡയസ്പോറിക് ഫിക്ഷനിലുള്ള ഡയസ്പോറിക് റൈറ്ററാണ് ആരെന്ന് പറയുന്നത് ചിത്ര ദിവാകരുണി ബാനർജി എന്ന് പറയുന്നത്. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ദ മിസ്ട്രസ് ഓഫ് ദ സ്പൈസസ്, അതൊക്കെ സിനിമയാക്കിയിട്ടുണ്ട്. സിസ്റ്റർ ഓഫ് മൈ ഹാർട്ട് ഉണ്ട്, അതാണ് നമ്മുടെ കണ്ടുകൊണ്ടേ എന്നുള്ള തമിഴ് സിനിമ. ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് പറഞ്ഞ വേറൊരു വർക്കും കൂടിയുണ്ട്. പിന്നെ പാലസ് ഓഫ് ഇല്യൂഷൻ എന്ന് പറയുന്നത് മഹാഭാരതയെ ദ്രൗപദിയുടെ പെർസ്പെക്റ്റീവിൽ എഴുതുന്നതാണ് കേട്ടോ. ദെൻ അടുത്തത് കിരൺ ദേശായി ആണ്. അവർക്ക് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്നുള്ള വർക്കിന് 2006 മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെന്താണ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊക്കെയാണ് അവർ എഴുതിയിട്ടുള്ളത്. പിന്നെ ആൻഡ് ഓൾസോ ഷീസ് ക്രിറ്റിക്കൽ അബൌട്ട് വെസ്റ്റേൺ കൾച്ചർ. അവരൊരു ഡയസ്പോറിക് റൈറ്ററാണ് കേട്ടോ. പിന്നെ ഐഡന്റിറ്റി ക്രൈസിനെ കുറിച്ചും റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഒക്കെ അവർ എഴുതിയിട്ടുണ്ട്, കിരൺ ദേശായി. പിന്നെ അടുത്ത ശശി ദേശ്പാണ്ഡെയാണ്. പത്മശ്രീ അവാർഡും സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഫസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ദ ഡാർക്ക് ഹോൾസ് നോ ടെറർ എന്നാണ്. പിന്നെ ദാറ്റ് ലോങ് സൈലൻസിനാണ് അവർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. പത്മശ്രീ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഷാഡോ പ്ലേ എന്നുള്ളതും അവരുടെ ഒരു ഗ്രേറ്റ് വർക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഗീതാ ഹരിഹരൻ എന്ന് പറഞ്ഞ വേറെ റൈറ്ററാണ്. ഫസ്റ്റ് നോവൽ ദ 1000 ഫേസ് ഓഫ് നൈറ്റ് കോമൺവെൽത്ത് റൈറ്റേഴ്സ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ഗീതാ ഹരിഹരന്. പിന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിലാണ് ഇവർ എഴുതുന്നത്. ഓക്കെ, അടുത്തത് അരുന്ധതി റോയ് ആണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ് അവരുടെ അവാർഡ് വിന്നിംഗ് നോവൽ, ഫേമസ് ആയിട്ടുള്ള നോവലാണ്. പിന്നെന്താണ് അവരുടെ വർക്ക്സിനകത്തെന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് പെർസെപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും, പൊളിറ്റിക്സിനെ കുറിച്ചും ഒക്കെ കാണാൻ സാധിക്കും. സെക്കൻഡ് നോവൽ ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് ആണ്. 2017 അത് എഴുതിയത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തത്. അഫ്താബ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കുറിച്ചാണ്. അതായത് അയാളൊരു ഇന്റർസെക്സ് ക്യാരക്ടറാണ് കേട്ടോ. അപ്പം ആ അഫ്താബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പിന്നീട് ജെൻഡർ റീഅസൈൻമെന്റ് സർജറിയിലോട്ട് പോവുകയും അഞ്ജും എന്നുള്ള ഒരു പെൺകുട്ടിയായിട്ട് പിന്നെ റീബോൺ ആവുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ്, കോൺസെപ്റ്റിലാണ് ആഫ്റ്റർ ദി ഓപ്പറേഷൻ അഞ്ജുമായിട്ട് മാറുന്നത്. അഫ്താബ് എങ്ങനെയാണ് അഞ്ജുമായിട്ട് മാറിയത് അതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പിന്നെ ശശി തരൂരാണ്, സാഹിത്യ അക്കാദമി അവാർഡിയാണ്. പിന്നെ 1981 തൊട്ടാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത് എഴുതാൻ. ഓക്കെ, പൊളിറ്റിക്സിലും ഒക്കെ ഇദ്ദേഹത്തിനൊരു ഇതുണ്ട്. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത്. അത് ഗ്രേറ്റ് ഹിന്ദു എപ്പിക്കായിട്ടുള്ള മഹാഭാരതയെ റീടെൽ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുകയാണ്. ഒരു മോഡേൺ ഇന്ത്യയിൽ സെറ്റ് ചെയ്തേക്കുന്ന കണക്കൊരു നോവലാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. ക്യാരക്ടേഴ്സ് സിറ്റുവേഷൻസും എല്ലാം മഹാഭാരതയിലെ ക്യാരക്ടേഴ്സ് തന്നെയാണ്. ഓക്കെ, പിന്നെ മുകുൾ കേശവൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയൻ, നോവലിസ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എസേയിസ്റ്റ് ആണ്. ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ലുക്കിംഗ് ത്രൂ ഗ്ലാസ് എന്നാണ്. പിന്നെ അദ്ദേഹം പിന്നെ ഒരുപാട് കളക്ഷൻസ് ഓഫ് എസേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അടുത്ത മനു ജോസഫ് ആണ്. മനു ജോസഫ് എന്ന് പറയുന്നത് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ എഴുതുന്ന ഒരു റൈറ്ററാണ്. പിന്നെ ഇന്റർനാഷണൽ ന്യൂയോർക്ക് ടൈംസിലെ കോളംസിലൊക്കെ എഴുതിയിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസിലൊക്കെ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഡെബ്യൂ നോവൽ എന്ന് പറയുന്നത് സീരിയസ് പെൻ എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അനീസ് സലീം ഉണ്ട്. അനീസ് സലീം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓത്തറാണ്. ദ വിക്സ് മാംഗോ ട്രീ, ടെയിൽസ് ഫ്രം എ വെൻഡിങ് മെഷീൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വർക്ക്സ്. വാനിറ്റി ബാഗ് മറന്നു പോകരുത്. വാനിറ്റി ബാഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് അദ്ദേഹത്തിന്റെ, അനീസ് സലീമിന്റെ. വാനിറ്റി ബാഗ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ റിലീജിയസ് ഡിവൈഡിനെ കുറിച്ചൊക്കെയാണ്, വയലൻസിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ലാസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന ഫിക്ഷൻ, അതായത് ഡ്രാമയെ കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു ലോങ് ട്രഡീഷൻ ഓഫ് ഡ്രാമ തിയേറ്റർ ആണുള്ളത്. അത് എന്ന് പറയുന്നത് ഇന്ത്യൻ പിന്നെ വളരെ എന്താ പറയുക, വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രമാറ്റിസ്റ്റുകളാണ് നമുക്കുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഗ്രേറ്റ് ഇന്ത്യൻ ഡ്രമാറ്റിസ്റ്റ് എന്ന് പറയുന്നത് ആ സമയത്ത്, അതായത് നമ്മുടെ ക്ലാസിക്കൽ സ്റ്റേജ് ഓഫ് ഇന്ത്യൻ ഡ്രാമ എന്ന് പറഞ്ഞാൽ 3rd to 4th century BC തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്ത് ദ കമ്പോസിഷൻ ഓഫ് നാട്യശാസ്ത്ര, അതായത് ദ സയൻസ് ഓഫ് ഡ്രാമ. അപ്പം നാട്യശാസ്ത്ര എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ട്രീറ്റൈസ് ആണോ ഡ്രമാറ്റർജി, അല്ലെങ്കിൽ ഡ്രാമയെക്കുറിച്ചുള്ളൊരു കൈൻഡ് ഓഫ് ഇന്ത്യൻ ബുക്കാണ്. അത് സാൻസ്ക്രിറ്റിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. 200 BCE ആൻഡ് 200 CE കാലഘട്ടത്തിലായിരുന്നു. ഓൾഡസ്റ്റ് സർവൈവിംഗ് വർക്ക് ഓൺ മ്യൂസിക് അല്ലെങ്കിൽ സ്റ്റേജ് ക്രാഫ്റ്റ് ആൻഡ് ഡാൻസ്. ആൻഡ് ഈ ടെക്സ്റ്റിനകത്ത് പെർഫോമൻസിനെ കുറിച്ചും മ്യൂസിക്കൽ നൊട്ടേഷനെ കുറിച്ചും തിയേറ്ററിക്കൽ ഡിസൈനെ കുറിച്ചും സൗണ്ട് എഫക്റ്റിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു പോയേക്കുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ലെവൽ എലിമെന്റ്സ് ഓഫ് കോസ്റ്റ്യൂംസിനെ കുറിച്ചും ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ കുറിച്ച്, പ്ലോട്ട്, സ്റ്റേജിംഗ് ഗൈഡ് ലൈൻസ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിക്കൽ ഇന്ത്യൻ തിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഈസ്തറ്റിക്സിനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് തിയേറ്ററിക്കൽ അപ്രോച്ചസ് നമ്മൾ കൊണ്ടുവന്നിരുന്നു. സ്റ്റോറി ടെല്ലിങ്ങിന് ഏറ്റവും വളരെ ഫേമസ് ആയിരുന്നു നമ്മുടെ ക്ലാസിക്കൽ ഡ്രാമ, ഇന്ത്യൻ ഡ്രാമാസ് എന്ന്
പറയുന്നത്. സ്പെക്ടേറ്റേഴ്സിനെ എൻകറേജ് ചെയ്ത് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആക്കി മാറ്റുമായിരുന്നു. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഡാൻസും മ്യൂസിക്കും സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ബ്ലെൻഡ് ആയിരുന്നു. മോഡേൺ ഡ്രാമ എന്ന് പറയുന്നത് എന്താണ്? 3 ഡിഫറെൻറ്റ് ട്രഡീഷൻസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സാൻസ്ക്രിറ്റ് തിയേറ്റർ ട്രഡീഷൻ, ഫോക്ക് തിയേറ്റർ ട്രഡീഷൻ, ട്രഡീഷൻ ഓഫ് വെസ്റ്റേൺ തിയേറ്റേഴ്സ്. 19th സെഞ്ചുറിയിൽ മെനി തിയേറ്റേഴ്സ് കൽക്കട്ടയിൽ സ്പ്രാങ് അപ്പ് ചെയ്തു. അതെന്ന് വെച്ചാൽ ബെൽഗാഷ്യ നാട്യശാല, പിന്നെ ശോഭ ബസാർ നാട്യശാല, ഇതൊക്കെ വന്നു കൽക്കട്ടയിൽ. ഇന്ത്യൻസിന്റെ തിയേറ്ററിക്കൽ സ്റ്റൈലൊക്കെ ഇവോൾവ് ആവാൻ തുടങ്ങി. ബോത്ത് വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ സ്റ്റൈൽ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് സോഷ്യൽ ഈവൽസ് ലൈക്ക് ഡൗറി, കാസ്റ്റ്, റിലീജിയസ് ഹിപ്പോക്രസി, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഡ്രാമയിൽ തീംസ് ആയിട്ട് മാറാൻ തുടങ്ങി. പിന്നെ മോഡേൺ ഡ്രാമയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ വെസ്റ്റേൺ നോഷൻസ് ഓഫ് ഡ്രാമയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. വെസ്റ്റേൺ എലിമെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെന്താണ്, ട്രാജിക് എൻഡിങ് വലിയ ഇതായിട്ട് പറയത്തില്ലായിരുന്നു. ട്രാജിക് എൻഡിങ് ഉള്ള ഡ്രാമാസ് ഒക്കെ കുറവായിരുന്നു. പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റ്സിൽ, പിന്നെ അതുപോലെ തന്നെ എന്താണ്, മോഡേൺ ഇന്ത്യൻ പ്ലേസ് എന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് മിത്തോളജിക്കൽ തീംസിൽ മാത്രം ഒതുങ്ങിയിരുന്നു. അമച്വർ തിയേറ്ററാണ് അടുത്ത്. അമച്വർ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമച്വർ ഡ്രാമാറ്റിക്സിന്റെ തിയേറ്ററാണ്. അതായത് അമച്വർ ആക്ടേഴ്സും സിംഗേഴ്സും ആയിരിക്കും ഉള്ളത്. അവർ സ്റ്റേജ് പ്ലേസ്, പിന്നെ മ്യൂസിക്കൽസ്, ലൈറ്റ് ഒപ്പേറ, പിന്നെ മൈം, വെറൈറ്റി ഷോസ് ഒക്കെ ആയിരുന്നു അവർ കൊടുത്തിരുന്നത്. അവർ പ്രൊഫഷണൽ ആക്ടേഴ്സ് അല്ലായിരുന്നു. ഓക്കെ. മെനി അമച്വേഴ്സ് എന്ന് പറയുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടി ലോക്കൽ കമ്മ്യൂണിറ്റിക്ക്, അതായത് ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ എന്റർടൈൻമെന്റിന് വേണ്ടിയൊക്കെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു ഹോബി പോലെ. ഓക്കെ. അമച്വർ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അർബൻ സെന്റേഴ്സിലായിരുന്നു മോസ്റ്റ് കോമൺ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്ലഷറിന് വേണ്ടി, അമ്യൂസ്മെന്റിന് വേണ്ടിയും ആയിരുന്നു ആളുകൾ അതിനകത്ത് അഭിനയിക്കുന്നത്. നെക്സ്റ്റ് സ്ട്രീറ്റ് തിയേറ്റർ ആണ്. സ്ട്രീറ്റ് തിയേറ്റർ എന്ന് പറയുന്നത് തേർഡ് തിയേറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. തെരുവ് നാടകം എന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊരു കൈൻഡ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ജെൻഡർ റിലേറ്റഡ്, ചൈൽഡ് ലേബർ, പിന്നെ HIV എയ്ഡ്സിനെ കുറിച്ചുള്ള നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ, ഗേൾ ചൈൽഡിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സോഷ്യൽ പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞത്, അതൊക്കെയാണ് സ്ട്രീറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അതൊരു സെൽഫ് ക്രിട്ടിക്കൽ മോഡ് ഓഫ് ഡ്രാമയാണ്. ഓക്കെ. പിന്നെ ഈ സ്ട്രീറ്റ്സിലായിരിക്കും അത് മിക്കവാറും ഇത് ചെയ്യുന്നത്. അടുത്തത് ഇൻഡിജീനിയസ് തിയേറ്റർ ആണ്. ഇൻഡിജീനിയസ് തിയേറ്റർ എന്ന് പറയുന്നത് കോളനൈസേഷന് റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു തിയേറ്ററാണ് ഇൻഡിജീനിയസ് തിയേറ്റർ. അപ്പം നാട്യശാസ്ത്ര എന്ന് പറയുന്നതാണ് നമ്മുടെ തിയേറ്റർ സ്റ്റഡീസിന്റെ ബേസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് സ്റ്റൈൽസ് ഓഫ് തിയേറ്ററിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഡയലോഗ്സ് എങ്ങനെയാവണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഡ്രാമ സ്ക്രിപ്റ്റ്, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡ്രാമ സ്ക്രിപ്റ്റ് തന്നെ എന്താണ്, ഈ രാമായണ, മഹാഭാരത അല്ലെങ്കിൽ പുരാണാസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത്. അതാണ് ഇൻഡിജിനസ് തിയേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഫോർ എക്സാമ്പിൾ ഈ റൂറൽ കമ്മ്യൂണിറ്റീസിൻ്റെയൊക്കെ റിച്വൽസ്, ഈ ഡാൻസ് ആൻഡ് ഡ്രാമയിലുള്ള ഏജ് ഓൾഡ് ക്ലാസിക്കൽ ട്രഡീഷൻ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമായിരുന്നു ഈ ഒരു തിയേറ്ററിനകത്ത്, ഇൻഡിജീനിയസ് തിയേറ്ററിനകത്ത്. ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലൊക്കെ ആയിരുന്നു ഇത് പെർഫോം ചെയ്തിരുന്നത്. ഡൽഹി, മുംബൈ, ബംഗാൾ പോലെയുള്ള സിറ്റീസിൽ, മദ്രാസ്, കൽക്കട്ടയിലൊക്കെ ഉണ്ടായിരുന്നു. 5th സെഞ്ചുറി വരെ ആയിരുന്നു ഇതിൻ്റെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ വിജയ് ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് ഡ്രമാറ്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് ദ തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി എന്നാണ്, മാസ്റ്റർ ഓഫ് ദ തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി എന്നാണ് പറയുന്നത്. മറാത്തി തിയേറ്റർ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ദ ചാമ്പ്യൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ്. ഓക്കെ. അപ്പോൾ റീജിയണൽ തിയേറ്ററിനെ നാഷണൽ തിയേറ്ററാക്കി മാറ്റിയ ഒരാളാണ് വിജയ് ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. മറാത്തി ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതുന്നത്, പ്ലേസ് ഒക്കെ എഴുതുന്നത്. പിന്നെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ വിജയ് ടെണ്ടുൽക്കർ ആയിരുന്നു ഏറ്റവും വലിയൊരു ഡ്രമാറ്റിസം നമുക്ക് പറയാം. ഇന്ത്യൻ സൊസൈറ്റിയുടെ പ്രോബ്ലംസിനെ കുറിച്ചും സ്ത്രീകളുടെ പ്രശ്നത്തിനെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നെ ഇഷ്യൂസ് ഓഫ് ജെൻഡർ ഇൻഇക്വാളിറ്റി, പിന്നെ സെക്സ് ആൻഡ് വയലൻസ്, സോഷ്യൽ ഇൻഇക്വാളിറ്റി, ഇതൊക്കെ വരുമായിരുന്നു. മോസ്റ്റ് ഫേമസ് പ്ലേസ് എന്ന് പറയുന്നത് എന്താ പറയുക, സൈലൻസ് ദ കോർട്ടേഴ്സ് ഇൻ സെഷൻ, ഇതൊക്കെയായിരുന്നു. ആൻഡ് പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ബാദൽ സർക്കാർ ആണ് തേർഡ് തിയേറ്റർ, അതായത് സ്ട്രീറ്റ് ഡ്രാമാസിനെ കൊണ്ടുവന്ന ഒരാളായിരുന്നു ബാദൽ സർക്കാർ എന്ന് പറഞ്ഞ ഡ്രമാറ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞത് പുവർ തിയേറ്റർ എന്നും അദ്ദേഹത്തിന്റെ വർക്ക്സിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ഈ പുവർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടി, അല്ലെങ്കിൽ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയായിരുന്നു അദ്ദേഹം സംസാരിച്ചുകൊണ്ട് ഇരുന്നത്. പിന്നെ നെക്സ്റ്റ് സഫ്താർ ഹഷ്മിയാണ്. അദ്ദേഹം ജനം എന്നുള്ളൊരു ബ്രില്യൻറ്റ് ഒരു തിയേറ്റർ ഓർഗനൈസേഷൻ്റെ ഒരു മെമ്പറാണ്, ഫൗണ്ടിങ് മെമ്പറാണ്. വളരെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള തിയറട്ടീഷ്യനാണ്, പ്രാക്ടീഷണറാണ്, പൊളിറ്റിക്കൽ തിയേറ്ററിൻ്റെ ആളാണ്. എസ്പെഷ്യലി സ്ട്രീറ്റ് തിയേറ്ററിൻ്റെ ആളും കൂടാണ് സഫ്താർ ഹഷ്മി എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് മഹാശ്വേത ദേവിയാണ്. ഇന്ത്യൻ റൈറ്റർ ഇൻ ബംഗാളി റൈറ്ററാണ്, ആക്ടിവിസ്റ്റാണ്. പിന്നെ അവരുടെ വർക്ക്സിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. ജ്ഞാനപീഠ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, രമൺ മാക്സസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മദർ ഓഫ് 1084, അതാണ് അവരുടെ മോസ്റ്റ് വൈഡ്ലി റെഡ് വർക്ക് എന്ന് പറയുന്നത്. നക്സലൈറ്റ് എജിറ്റേഷനെ കുറിച്ചാണ് ബംഗാളിലുള്ള, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. പിന്നെ
ദി ക്യൂൻ ഓഫ് ജാൻസി എന്ന് പറയുന്ന റാണി ലക്ഷ്മിബായിയുടെ ലൈഫിനെ റീകൺസ്ട്രക്ട് ചെയ്തവർ എഴുതിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ് ബ്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അതായത് ബ്രസ്റ്റ് എന്നുള്ള ആ ഒരു നമ്മുടെ ഹ്യൂമൻ ഓർഗൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ ദാൻ എ സിമ്പിൾ ഓഫ് ബ്യൂട്ടി അല്ലേ. അത് മദർഹുഡിനെ കാണിക്കുന്നു, അത് എക്സ്പ്ലോയിറ്റേഷനെ കാണിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് അതായി മാറുന്നത് എന്നുള്ളത്. പിന്നെ മഹേഷ് ദത്താനിയാണ്. മഹേഷ് ദത്താനി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്ലേ റൈറ്റ്, ആക്ടർ ആൻഡ് ഡയറക്ടറാണ്. സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന ഫസ്റ്റ് പ്ലേ റൈറ്റ് ഇൻ ഇംഗ്ലീഷാണ്. ഒരുപാട് സക്സസ്ഫുൾ പ്ലേസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഫൈനൽ സൊല്യൂഷൻസ്, ഡാൻസ് ലൈക്ക് എ മാൻ, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. പിന്നെ താര എന്നുള്ളൊരു വർക്കുണ്ട്. ടോട്ടൽ തിയേറ്റർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഡാൻസ് ഫോംസിലുള്ള പ്ലേസ് ആണ് ഇദ്ദേഹത്തെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഭരതനാട്യത്തിലും ബാലെ ഡാൻസ് ഒക്കെ ഇദ്ദേഹത്തിനും അറിയാം. പിന്നെ ബാംഗ്ലൂരാണ് ഇദ്ദേഹം ജനിച്ചത്. ഡാൻസ് ലൈക്ക് എ മാൻ അദ്ദേഹത്തിന് ബെസ്റ്റ് പിക്ചർ ഇൻ ഇംഗ്ലീഷിൽ ഒരു അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മഞ്ജുള പത്മനാഭനാണ് അനദർ ഇന്ത്യൻ പ്ലേ റൈറ്റ് ആൻഡ് ജേർണലിസ്റ്റ് ആണ്. കോമിക് സ്ട്രിപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്. കോമിക് സ്ട്രിപ്പ് ആയിട്ടുള്ള ഡബിൾ ടോക്ക് എന്ന് പറഞ്ഞൊരു ഫീമെയിൽ ക്യാരക്ടർ സുഖിയെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയും അവർ ദേഹം എന്ന് പറഞ്ഞൊരു അവാർഡ് വില്ലിംഗ് ഫിലിം അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്.